നമ്മൾ ഈ ചില സമയത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പം ചില ആഡ് വരും. ചില ആഡുകൾ നമുക്കത് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരത് പെയ്ഡായിട്ട് ഇടുന്ന ആഡുകളാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നമുക്ക് ആ ഒരു ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്യും, ചിലപ്പോൾ അത് ഓർഡർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ ഈ ഒരു സോളാർ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവരൊരു കാര്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കണം, എന്നാലേ അവർക്കിത് വാറൻറ്റി കവർ ആവുള്ളൂ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മേക്ക് എ വീഡിയോ ബിഫോർ ഓപ്പണിങ്, അതർവൈസ് ദർ വിൽ ബി നോ റീഫണ്ട് ഓർ എക്സ്ചേഞ്ച്. അപ്പോൾ അത് അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവർക്കും ഒരു വിശ്വാസം വേണ്ട, ഇത് അവർ അയച്ച സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. COD ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുത്തിരുന്നത്. 1590 രൂപയാണ് ഇതിനായത്. അപ്പോൾ ഞാനതൊന്ന് മുറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം ഇതിനകത്ത് ഒരു ചെറിയൊരു നല്ലൊരു ബോക്സ് ആണല്ലോ. അപ്പോൾ ഈ ബോക്സിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ബബിൾ റാപ്പൊക്കെ ഉണ്ട്. ഈ സംഭവം നമ്മൾ തൽക്കാലം ഒന്ന് താഴോട്ടിട്ടു. ഈ ബബിൾ ട്രാപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് സോളാർ കാർ ഫ്രാഗ്രൻസ് എന്നൊക്കെ. ഇത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാനായിട്ട് ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ബ്ലേഡിൻ്റെ ആവശ്യമില്ല. കാര്യം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു ഇതാണ്. പക്ക ചൈനീസാണ് ഇതിനകത്തുള്ളത്. അതിനർത്ഥം ഇത് ചൈനയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്നാണല്ലോ വിൽപ്പന നടത്തിയത്. ഇതാണ് പ്രൊഡക്റ്റ്. മിക്കവാറും ഇത് ആദ്യക്കുട്ടന് കാണുമ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒറ്റ കൈ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ ഒരിത്തിരി പാടാണ്. ഒരു ചെറിയൊരു ഹെലികോപ്റ്റർ. ആദ്യം ഈ ഒരു സാധനം ഹെലികോപ്റ്ററിൻ്റെ അതേ ഷേപ്പിനൊക്കെ കട്ട് ചെയ്ത് നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനൊരു നല്ലൊരു മാർക്ക് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡിവൈസ് അതെ, ഇതാണ് ഹെലികോപ്റ്ററിൻ്റെ ഡിവൈസ്. സംഭവം നല്ല ക്യൂട്ടാട്ടോ. ഞാൻ റെഡ് കളർ തന്നെ എടുത്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഇങ്ങനെ വെക്കാം. ഈ സംഭവം കറങ്ങുമായിരിക്കും കേട്ടോ, ഫാൻ കറങ്ങും. നമുക്കത് എന്താണെന്ന് വെച്ച് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഇത് നോക്കിയപ്പോൾ അതാണ്ട് ഈ ഭാഗത്തായിട്ടൊരു 4 ചെറിയ സോളാർ പാനൽ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഉള്ള അരോമ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയൊരു കുപ്പിയിൽ. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അരോമ വാങ്ങി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് ഇതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഡ്രോപ്പറും ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുണ്ട്. എനിവേ അത് ഞാൻ ഒന്നെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി ഇതെങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്കിത് അറിയാൻ പറ്റൂ ഇത് എങ്ങനെയാണെന്ന്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സിമ്പിളാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ തിരിയുന്നുണ്ട് കേട്ടോ. തിരിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് ഒരു സൈഡിൽ ഈ സംഭവം. ഇത് വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, ഏതാണ്ട് ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്. ഈ സാധനം എന്ന് പറയുന്ന മെറ്റലാണ് കേട്ടോ. അതായത് നമ്മുടെ ഹെലികോപ്റ്റർ മെറ്റലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾക്ക് ഈ ഒരു അരോമ ഒഴിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഈ കാണുന്ന ഈ ഒരു വുഡൻ പാർട്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാം. കാര്യം ഇതിനകത്ത് ഇത്തിരി വെട്ടം കുറവാണ്. ഞാനൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയി നോക്കാം. ഇങ്ങനെ ഇപ്പോഴും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇത്രയും വെട്ടം വന്നപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നന്നായി കറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ ഷട്ടർ സ്പീഡ് കാരണം നമുക്കത് ആ ഒരു കറക്കം മനസ്സിലാവാത്തതാണ്. പക്ഷേ ഇപ്പോൾ നന്നായി കറങ്ങുന്നുണ്ട്. നന്ദൂട്ടി വരുന്നുണ്ട്. നന്ദൂട്ടി അവിടെ നിന്ന് സ്കൂൾ വിട്ട് വരുന്നുണ്ട്. നന്ദൂട്ടി ഇത് കണ്ടാ ഹെലികോപ്റ്റർ? ഇതെന്ത് ഈ തോളയിൽ ഇങ്ങനെ ഇട്ട് വെച്ച് വരുന്നത്? നല്ല വെയിറ്റ് ഉണ്ടോ? ഹെലികോപ്റ്റർ ഉണ്ടോ? ഇത് വണ്ടിയിൽ വെക്കുന്നേ. അങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ ഒരു അങ്കിള് കൊണ്ട് തന്നെ.
അങ്ങോട്ട് പോക്കോ, അച്ഛൻ ഇപ്പോൾ വരാം. അത് അച്ഛൻ പറയാം, അങ്ങോട്ട് പോക്കോ. അതിനിത് പുറത്തിറങ്ങിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒന്നുകൂടെ കയറുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങോട്ട് അകത്തേക്ക് വന്നപ്പോൾ ഇത് വർക്ക് ചെയ്യൽ നിന്ന്. ഓക്കെ, ഇനി ആ ഒരു എസെൻഷ്യൽ ഓയിൽ ഒഴിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 10 ഡ്രോപ്പ് വരെ നമുക്ക് ആ ഒരു എസെൻഷ്യൽ ഓയിൽ ഈ ഒരു വുഡൻ പാർട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്യാൻ പോവുകയാണ്. എല്ലാ വശത്തേക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. വെച്ചതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യണം. ടൈറ്റായിട്ട് ഇതിൻ്റെ ബാക്കിലുള്ളത് സ്റ്റിക്കറല്ല, ഈ ഒരു ഇത് ഇളക്കി കളഞ്ഞിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റുമായിരിക്കും. അത് സ്റ്റിക്കറാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരിടത്ത് മാത്രം വെക്കാൻ പറ്റുന്നത്. ഇത് ഇളക്കാൻ വലിയ പാടാണല്ലോ. ഇളക്കി ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും എയർ ബാഗിൻ്റെ അടുത്തോ നമ്മുടെ ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ട് ചെയ്യുന്ന സ്ഥലത്തോ ഒന്നും വെക്കരുത്. നമ്മൾ വെക്കേണ്ടത് അല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാം. ഇവിടെ വെക്കാം. ഇതിപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ അത് മാറ്റി വെക്കാൻ ചെയ്യാൻ തോന്നും. ഇനി വണ്ടി ഒന്ന് ഫോർവേഡ് ചെയ്ത് നോക്കാം നമുക്ക്, എന്നിട്ടത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയട്ടെ. ഞാൻ ഫോർവേഡ് ചെയ്യാണ്. ഇതേവരെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങി ഉണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി അവരുടെ സൈറ്റിൽ നിന്ന് പോയി വാങ്ങാം. ഞാൻ എന്തായാലും അവരെ ലിങ്കും സംഭവം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കാം. കാര്യം ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല. എനിവേ ജസ്റ്റ് ഒരു ക്യൂട്ടായിട്ടൊരു ഡിവൈസ് തോന്നി അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജീവ് സൈനിങ് ഓഫ്. ബൈ.